അപ്പോൾ തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിൽ ഇന്ന് ഉത്രാടപ്പാച്ചിൽ. ഓണക്കോടിയും പൂക്കളും സദ്യവട്ടങ്ങളും വാങ്ങാൻ കുടുംബസമേതം ആളുകൾ വിപണിയിലേക്ക് എത്തുന്നതോടെ പ്രധാന നഗരങ്ങളിലെല്ലാം വൻ തിരക്കിലേക്കെത്തും. ദിവസങ്ങളായി മാർക്കറ്റുകളിൽ തുടരുന്ന തിരക്ക് ഇന്ന് പാരമ്യത്തിലെത്തും. പ്രധാന നഗരത്തിലെ കച്ചവട കേന്ദ്രങ്ങളിലെ വ്യാപാരികളെല്ലാം അവസാനഘട്ട കച്ചവടം പൊടിപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേ ദിവസം ഇക്കുറി ഓണം മഴ കൊണ്ടുപോകുമോ എന്നൊരാശങ്കയിലാണ് വ്യാപാരികൾ. 2 ദിവസമായി പെയ്യുന്ന മഴ തിരുവോര കച്ചവടക്കാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കേട്ടോ. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ലബി സജീന്ദ്രനുണ്ട്. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് സജോ ദേവസിയുണ്ട്. ചാല മാർക്കറ്റിൽ നിന്ന് ഗോപാൽ ശിലാസനലുണ്ട്. ആദ്യം ലബി സജീന്ദ്രനിൽ നിന്ന്, തൃക്കാക്കര അപ്പനിൽ നിന്ന് തന്നെ, വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുന്നു. അപ്പോ ലബി സജീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്, ഉത്രാട ദിനാശംസകൾ. സജോ ഗുഡ് മോർണിംഗ്, ഉത്രാട ദിനാശംസകൾ. അപ്പോൾ ഗോപാൽ ഗുഡ് മോർണിംഗ്, ഉത്രാട ദിനാശംസകൾ. അപ്പോൾ ലബിയിൽ നിന്ന് തുടങ്ങിയാൽ, ലബി നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ദില്ലിയിലെ മഴക്കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. ഞാനിപ്പോൾ രാവിലെ ഇങ്ങോട്ട് സ്റ്റുഡിയോയിലോട്ട് വരാനിറങ്ങിയപ്പോഴും ചെറിയ ചാറ്റൽ മഴയുണ്ട്. മഴയൊക്കെ ഭക്തജനങ്ങളുടെ വരവിനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? എങ്ങനെയാണ്? രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ഒരു മൊത്തത്തിലൊരു ഉത്സവ മൂടാണ് തൃക്കാക്കരയും വാമനമൂർത്തി ക്ഷേത്രത്തിന്റെ പരിസരവുമെല്ലാം. ഇന്നു മുതലാണോ സദ്യയുള്ളത് ലബി? ഡോക്ടർ അരുൺ, വളരെ വിഖ്യാതമാണ് ഉത്രാട സദ്യ തൃക്കാക്കര അമ്പലത്തിലെ. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രമാണ്. ഏറ്റവും ഐതിഹാസികപരമായും ചരിത്രപരമായും ഏറെ പ്രാധാന്യമുള്ള കേരളത്തിലെ ക്ഷേത്രം. ഇവിടെ നിന്നാണ് ഓണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നവർ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നതും തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമാണ്. ഇങ്ങോട്ട് മഴ നന്നായി ബാധിച്ചിട്ടുണ്ട്. മഴ ഭക്തിയെ ബാധിക്കാറില്ല എങ്കിലും ഇങ്ങോട്ട് എത്തുന്നവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് എത്തിച്ചേരുന്നതിനൊക്കെ അസൗകര്യമുണ്ട്. എങ്കിലും അതൊന്നും ഭക്തിയെ ബാധിച്ചിട്ടില്ല. എവിടെ നിന്നാണ് വരുന്നത്? എടപ്പള്ളിയിൽ നിന്നാണ്. ഇവിടെ ഈ വാമനമൂർത്തി ക്ഷേത്ര ദർശനം ഓണത്തിന് വലിയ പ്രാധാന്യമാണല്ലോ. തീർച്ചയായിട്ടും. ഞങ്ങള് പ്രോപ്പർ ഒറ്റപ്പാലാണ്. ഇവിടെ റീസെന്റ് ആയിട്ട് മോളുടെ അടുത്ത് വന്നതാണ്. അപ്പോൾ എന്തായാലും രാവിലെ ഒരു അമ്പല ദർശനം ആവാന്ന് വിചാരിച്ച് അങ്ങനെ ഏറ്റവും അടുത്തുള്ള ഫേമസ് ആയ ഒരു അമ്പലം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ തൃക്കാക്കര വന്നതല്ലേ. അപ്പൊ ഒറ്റപ്പാലത്തുകാർക്കൊക്കെ ഇവിടുത്തെ ഇതിന്റെ ഖ്യാതി അവിടം വരെയൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങള് കഴിഞ്ഞ വർഷം ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഈ വാമനമൂർത്തി ക്ഷേത്ര ദർശനം വലിയ പ്രാധാന്യമാണ്. അതെ അതെ അതെ. ഓക്കേ ഡോക്ടറിന് അങ്ങനെ വളരെ ദൂരെ നിന്ന് പോലും, ഒറ്റപ്പാലങ്കാരെയാണ് നമ്മൾ കണ്ടത്, വളരെ ദൂരെ നിന്ന് പോലും ഇവിടെ മഹാവിഷ്ണുവിന്റെ ചതുർബാഹു പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. എങ്കിൽ പോലും ഇത് വാമനക്ഷേത്രമായി തന്നെ അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും ഏക വാമനക്ഷേത്രം, ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാമനക്ഷേത്രങ്ങളിലൊന്ന്. ഇങ്ങോട്ട് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇന്ന് ഉത്രാടം മുതലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. ഉത്രാട സദ്യ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഡോക്ടറിനോട് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, തൃക്കാക്കര വാമനക്ഷേത്രത്തിലെ ഉത്രാട സദ്യ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. എത്രയോ ഭാഗത്തു നിന്നാണ് ഒരു ഭാഗത്ത് കുറച്ച് സാധിക്കും. നമുക്ക് ഏത് ഭാഗത്താണ് സദ്യ വിളമ്പുന്നത്? തൃക്കാക്കര, തൃപ്പൂണിത്തുറ, ഈ കാക്കനാട് ഭാഗത്തുള്ളവർക്കൊക്കെ ഇന്ന് ഈ തൃക്കാക്കര വന്ന് ഭക്ഷണം കഴിച്ച് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നതാണ് സാധാരണ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ജോലിയുള്ളവർ എവിടെയാണ് ഇന്നിപ്പോൾ സദ്യക്ക് വേണ്ടി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത്? തീർച്ചയായും. ഡോക്ടറും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് 10 ഏക്കറിലുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രവളപ്പിൽ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഇവിടെ വാമനക്ഷേത്രമാണ്, വാമനമൂർത്തിയുടെ പ്രതിഷ്ഠ. ഇതിനപ്പുറത്തെ കോമ്പൗണ്ടാണ് ശിവക്ഷേത്രം. അതിന്റെ തൊട്ട് ബാക്കിലാണ്. അതായത് എനിക്ക് ഇവിടെ നിന്ന് ഈ ചെറിയ സമയത്തിനുള്ളിൽ അങ്ങോട്ട് എത്തിച്ചേരാൻ സാധിക്കില്ല. ഈ കോമ്പൗണ്ടും കഴിഞ്ഞ് തൊട്ടടുത്ത മഹാദേവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ പിന്നിലായിട്ടാണ് ഇവിടെ ഈ ഊട്ടുപുര. അവിടെയാണ് വളരെ വിശാലമായ സൗകര്യം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സദ്യക്ക്. ഇന്നലെ മുതൽ തന്നെ അതിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ ആയി കഴിഞ്ഞു. വലിയ തയ്യാറെടുപ്പാണ്. വരൂ, അവിടെ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ഉത്രാട സദ്യയുണ്ട്. വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ഉത്രാട സദ്യയൊക്കെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ബന്ധുക്കളുടെ അടുത്തേക്ക്, അമ്മയുടെ അച്ഛൻ്റെയൊക്കെ അടുത്തേക്കൊക്കെ മടങ്ങാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് തൃപ്പൂണിത്തുറയിൽ നിന്ന് സജോ ദേവസ്വ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന്റെ പരിസരം അത്തം മുതൽ തന്നെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. രാവിലെ പെയ്യുന്ന ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. രാവിലെയൊക്കെ ഈ ഉത്രാടപ്പാച്ചിലിന്റെ സൂചനകൾ നൽകി മനുഷ്യരൊക്കെ പുറത്തേക്ക് ഇറങ്ങി കടയിലൊക്കെ വരുന്നുണ്ടോ? എന്താണ് അവസ്ഥ തൃപ്പൂണിത്തുറയിൽ നിന്ന്? സജു, ഗുഡ് മോർണിംഗ്, ഉത്രാട ദിനാശംസകൾ. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്, ഉത്രാട ദിനാശംസകൾ. ഓണം മഴ കൊണ്ടുപോകുമോ എന്നൊരു ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം എറണാകുളത്ത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ നല്ല മേഘാവൃത അന്തരീക്ഷമാണ്. ഒരല്പം മഴ മാറി നിൽക്കണം, എന്നാലും ചെറുതായി മഴ പെയ്യുന്നുണ്ട്. മഴ നനഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, അതൊരു കാര്യം.
നമുക്കൊന്ന് നോക്കിയാൽ ആ വിപണിയൊക്കെ മഴ ആയതുകൊണ്ട് ആളുകൾ വരുന്നതിനൊരു ചെറിയ കുറവുണ്ടെന്ന്. എന്താ ചേച്ചി ഒരു അവസ്ഥ? കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടം പൊതുവെ കുറവാണ്. മഴ ഒരു വെല്ലുവിളിയായോ? തീർച്ചയായും. നിങ്ങൾ എവിടുന്നാ വരുന്നത്? നല്ല ഓണത്തപ്പനൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇത് മാവേലിയാണോ? ഓണത്തപ്പന്റെ ഒക്കെ എന്താ സ്ഥിതി? കച്ചവടം ഒരു സ്ഥിതി നിങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് എല്ലാ വർഷവും ഇവിടെ വരും? എല്ലാ വർഷം ഞങ്ങൾ 22ാമത്തെ വർഷം ഇപ്പോൾ അതിനെ. ഇത് തയ്യാറാക്കുന്നത് നിങ്ങളാണോ അതോ നിങ്ങൾ വിപണനം മാത്രമേ ഉള്ളൂ? അല്ല ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്ന ഇതെല്ലാം. നിങ്ങൾ അതിന്റെ ആളുകളാണ്? നിങ്ങൾ നിർമ്മിക്കുന്ന ആളുകളാണ്? ഞങ്ങൾ മൺപാത്ര നിർമ്മാണം, കുലത്തൊഴില്. അപ്പോൾ അത് ഭംഗിയായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഓണത്തപ്പനൊക്കെ വന്ന് വാങ്ങിച്ചു പോകാം. അപ്പോൾ ചേച്ചി പറഞ്ഞ ഒരു പ്രയാസം ശ്രദ്ധയിൽപ്പെടില്ല. നമുക്ക് വേഗത്തിൽ അപ്പുറത്തേക്ക് പോയാൽ ഇവിടെ നമുക്ക് ഈ വിപണിയുടെ ഒരു പ്രത്യേകത, ഇവിടെ നാടൻ ഐറ്റങ്ങളൊക്കെ ഇതുണ്ടോ. വാഴയിലയുണ്ട്, തുമ്പപ്പൂവുണ്ട്, ആമ്പൽപ്പൂവുണ്ട്. എന്താ ചേച്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നതാണ്? അല്ല പറമ്പിൽ നിന്നൊക്കെ നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചു കൊണ്ടിരുന്നത്. പറിച്ചോണ്ട് വന്നത്. ആ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ടോ? രാവിലെ ആയതുകൊണ്ട് കച്ചവടം ഇല്ല. മഴയുടെ ഒരു പ്രശ്നമേ ഉള്ളൂ. കച്ചവടം നടക്കുന്നില്ല കാര്യമായിട്ട്. കഴിയുമ്പോ ആകുമായിരിക്കും. ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കൊടുക്കും. വാഴയില കൊടുക്കും, തുമ്പപ്പൂ കൊടുക്കും, ആമ്പൽപ്പൂ കൊടുക്കും അല്ലേ? എല്ലാം കൊടുക്കും. അങ്ങനത്തെ ഒരു ചെത്തിപ്പൂ. ഈ നാടൻ ഐറ്റങ്ങൾ കാണുന്നില്ല എന്ന് പറയരുത്. തൃപ്പൂണിത്തറ വന്നാൽ ഇതൊക്കെ ഉണ്ട്. നാടൻ ആമ്പൽ, ചെത്തിപ്പൂ, തുമ്പയൊക്കെ ഒരു കെട്ട് ഈ സജോ അതുപോലെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്തം മുതൽ തിരുവോണം വരെ എണ്ണുമ്പോൾ 11 ദിവസമുണ്ട്. സാധാരണ 10 പൂക്കൾ ഇട്ടാൽ മതിയായിരുന്നെങ്കിൽ ഇത്തവണ 11 പൂക്കൾ ഇടണം. അത് ശരി, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ? അതെ. അതുകൊണ്ട് ഓക്കെ, ഹാപ്പി ഓണം. ഓണം എവിടം വരെ എത്തി? ഓണം ഇപ്പോൾ തുടരം വരെയായി. എന്താ വിപണിയിലൊക്കെ വന്നിട്ട് കുഴപ്പമില്ലാതെ നമുക്ക് ഓണം കഴിഞ്ഞ് പോകാൻ പറ്റുമോ? കുഴപ്പമില്ലാതെ പോവാം. ഇല്ല സാർ, ഭംഗിയായിട്ട് ആഘോഷിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. ഇത് ആഘോഷിക്കുക, വൈകുന്നേരം 2:30 അടിക്കുക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അങ്ങനെ നമ്മൾ അടിച്ച് പാമ്പായി കിടക്കുന്നില്ല. ഇല്ല 2 ചെറുതായിട്ട് ഉത്തരവാദിത്വത്തോടെ. എന്നാലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, പ്രൊമോട്ട് ചെയ്തെന്ന് പറയും. ചേച്ചി ഹാപ്പി ഓണം. സാറായി പോകുന്നു. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, മഴയല്ലേ, വന്നതല്ലേ ഉള്ളൂ. രാവിലെ അമ്പലത്തിൽ മഴയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. വേഗത്തിൽ പോയ എല്ലാം ഉണ്ട്. ഓണായിട്ടങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും ആ ചേട്ടന് പ്രത്യേകിച്ചൊരു ഉത്രാട ദിനാശംസകൾ നേരുന്നു. അപ്പോൾ ചേട്ടൻ ഇന്ന് വൈകുന്നേരം സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. രാവിലെ വരുന്നു, അമ്പലത്തിലേക്ക് വരുന്നു, പൂക്കളൊക്കെ തൃപ്പൂണിത്തുറയിൽ കൊണ്ടുപോകുന്നു, ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോൾ 2 അടിച്ചിട്ട് കിടന്നുറങ്ങണം. എന്നിട്ട് നാളെ രാവിലെ തിരുവോണം ആഘോഷിക്കണം എന്നാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, എന്നാൽ പോലും ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യമാണല്ലോ. അതൊക്കെ സൂക്ഷിച്ചും കണ്ടും ഉത്തരവാദിത്വത്തോടു കൂടിയും അത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൂ. ഓഫായി കിടക്കാനുള്ള സമയമല്ല, ഓണായിരിക്കാനുള്ള സമയം കൂടിയാണ് ഓണം എന്നുകൂടി ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നു.